അമേരിക്ക ഭീകരപ്രവർത്തകയാണെന്ന് പറഞ്ഞ രഞ്ജനി ശ്രീനിവാസൻ ഇന്ത്യക്കാരിയാണ്. F1 വിസയിൽ അമേരിക്ക പഠിക്കുകയായിരുന്നു. അവിടെ നിന്നിപ്പോൾ അമേരിക്ക നടപടിയെടുക്കുമെന്ന് കണ്ടപ്പോൾ ലഗാർഡിയ എയർപോർട്ടിൽ നിന്ന് കാനഡയ്ക്ക് പോയി. കാനഡയിൽ ഇപ്പോൾ ഉണ്ട്, ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കർണാടകക്കാരിയാണ്. പേര് കേട്ടപ്പോൾ നമ്മൾ ആദ്യം മലയാളിയാണെന്ന് കരുതി. ആദ്യമായിട്ട് ആ വാർത്ത ബ്രേക്ക് ചെയ്തത് നമ്മളാണ്. അപ്പോൾ മറ്റു മാധ്യമങ്ങളിൽ നിന്നും വാർത്ത വന്നിട്ടില്ലായിരുന്നു. എവിടുത്തുകാരിയാണെന്നുള്ളത് 2 ദിവസം കഴിഞ്ഞാൽ വ്യക്തമായത്. പേര് കേട്ടപ്പോഴും മലയാളിക്കാണ് ഈ സൂക്കേട് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ മലയാളിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കർണാടകക്കാരിയാണെന്ന് വന്നിട്ടുണ്ട്. കാനഡയിലുണ്ടെങ്കിലും രഞ്ജിനി അത്ര സേഫാണോ എന്ന് ഒരു സംശയമുണ്ട്. കാരണം അമേരിക്കയിൽ ഭീകരവാദ പ്രവർത്തനത്തെ സഹായിച്ചു എന്ന പേരിൽ അമേരിക്ക നടപടിയെടുത്ത ആളാണ് രഞ്ജനി ശ്രീനിവാസൻ. ഇപ്പോൾ കാനഡയിൽ പോയാലും അമേരിക്ക ചിലപ്പോൾ ആളെ ഇങ്ങോട്ട് വിട്ടുത്ത എന്ന് പറയാൻ സാധ്യതയുണ്ട്. കാരണം 2 പേരെ രഞ്ജനിയുടെ കൂടെ കൊളംബിയ സർവകലാശാലയിൽ പ്രകടനവും ജാഥയും നടത്തിയ കൊളംബിയ സ്റ്റുഡൻസ് വിദ്യാർത്ഥികളുടെ നേതാവായിരുന്ന മെഹബൂബ് ഖലീൽ അറസ്റ്റ് ചെയ്തു അമേരിക്ക. ലഖ കോർദിയ എന്ന വേറൊരു പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്തു. അവർ ചെയ്ത അതേ കുറ്റകൃത്യമാണ് രഞ്ജനി ചെയ്തത്. അപ്പോൾ ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. രഞ്ജനി മാത്രം അപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ കയറി സ്ഥലം വിട്ടു. രഞ്ജനിയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നിട്ടുണ്ട്. രഞ്ജനി പറയുകയാണ്, മാർച്ച് 14-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് അമേരിക്കൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്നു. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിൽ എമിഗ്രേഷൻ ബില്ല് അവതരിപ്പിച്ചു. നമ്മുടെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഈ അമേരിക്കയിലുള്ളതുപോലെ മോദി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇമിഗ്രേഷൻ ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, അമേരിക്കയിലുണ്ട്. അപ്പോൾ അമേരിക്കൻ ഇമിഗ്രേഷൻകാർ രഞ്ജനി താമസിക്കുന്ന ഈ കൊളംബിയ സർവകലാശാലയിലെ അപ്പാർട്ട്മെൻറ്റിലെത്തി. രഞ്ജനിക്ക് എന്തോ വിവരം കിട്ടിയുകൊണ്ട് രഞ്ജനി അവിടെ നിന്ന് മാറിയിരുന്നു. കിട്ടിയില്ല. വൈകിട്ട് വീണ്ടും വന്നിട്ട് കിട്ടിയില്ല. അപ്പോൾ രഞ്ജനിയുടെ സഹമുറിച്ചി കൂടെ താമസിക്കുന്ന ആൾ മുങ്ങി. ഇതറിഞ്ഞ് സംഗതി ആകെ കുഴപ്പമാണ്, 2 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ രഞ്ജനി ബൈഡൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന CBP ആപ്പ്, കസ്റ്റംസ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ആപ്പിൽ ട്രംപ് വന്നതിന് ശേഷം ഒരു കോള ആഡ് ചെയ്തു, തന്നെത്താൻ നാട് കടത്താൻ അല്ലെങ്കിൽ പിടിച്ചുകെട്ടി ചങ്ങലയിട്ട് കൊണ്ടുവരും. അത് ഒഴിവാക്കാൻ വേണ്ടി സ്വയം ഞാൻ നാട് കടക്കാൻ തയ്യാറാണെന്നുള്ള ഓപ്ഷൻ അടിച്ചപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് എയർപോർട്ടിൽ വന്ന് കാനഡയ്ക്ക് മുങ്ങിയത്. അപ്പോൾ ഈ രഞ്ജനിയെക്കുറിച്ച് പറഞ്ഞ അതിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കിയപ്പോൾ രഞ്ജനി പഠിക്കാൻ പിടിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലത്തെ എന്നോട് ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടിയെ നിങ്ങൾ തള്ളച്ചി എന്ന് പറഞ്ഞു, ശരിയായില്ലെന്ന്. എത്ര വയസ്സുണ്ടെന്നറിയോ രഞ്ജനിക്ക്? കുട്ടി എന്ന് പറയാൻ 37 വയസ്സുണ്ട്. 37 വയസ്സുള്ള കുട്ടി എന്ന് വിളിക്കണം. ഒരു കല്യാണമൊക്കെ കഴിച്ചിരുന്നെങ്കിൽ, എല്ലാം കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, 2-3 കുട്ടികളുടെ തള്ളയാവുമായിരുന്നു. അപ്പോൾ എനിക്കതിൽ ഖേദമൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോയി അവിടെ പോയി ആ രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുക. ഞാൻ കണ്ടു അവരുടെ ഇവിടെ ഇന്ത്യയിലെ കാശ്മീരിന് ആസാദി വിളിച്ച, കാശ്മീരിന് വേണ്ടി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കൊക്കെ വിഘടിച്ചു പോകണമെന്നുള്ള ആസാദി മുദ്രാവാക്യമാണ് അവിടെ രഞ്ജനി വിളിച്ചത്. അപ്പോൾ ഇന്ത്യയെ വിഘടിപ്പിക്കണം, അമേരിക്കയും വിഘടിപ്പിക്കണം എന്ന് പറഞ്ഞ് വിഘടനവാദം ഉയർത്തി കൊണ്ട് നടക്കുന്ന ആളുകളെ ബഹുമാനപൂർവ്വം സംസാരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ചില പ്രേക്ഷകർ പരാതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ അർബൻ പ്ലാനിംഗ് ആയി ബന്ധപ്പെട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റി പഠിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ CPT അഹമ്മദാബാദിലാണ് പഠിച്ചത്. ഫുൾ ബ്രൈറ്റ് നെഹ്റു, ശ്രദ്ധിക്കണം, ഫുൾ ബ്രൈറ്റ് നെഹ്റു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെഹ്റുവിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ആകും. നെഹ്റുവിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ PhD എടുക്കുന്നത് ഹാർവാർഡിൽ PG ചെയ്യാൻ പോയി. ഗോൾഡ് ആൻഡ് സയനൈഡ്, അതായത് ഡോക്ടറേറ്റിന് വേണ്ടി പുള്ളിക്കാരി തിരഞ്ഞെടുത്തിട്ടുള്ള വിവരം സ്വർണവും സയനൈഡും, ഫാമിലി, കാസ്റ്റ് ആൻഡ് പ്രോ കണ്ടീഷൻ. അതായത് ഫാമിലി ആരുടെയാണെന്ന് വെച്ചാൽ KGF ഇല്ലേ, നമ്മുടെ കോളാർ ഗോൾഡ് മേഖല, സ്വർണ്ണഖനിയുടെ ആയി ബന്ധപ്പെട്ട് അന്നത്തെ ഖനിയിൽ പ്രവർത്തിച്ച ആളുകളുടെ തൊഴിൽ, അവരുടെ ജാതി, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിച്ചിട്ട് ഗോൾഡ് ആൻഡ് സയനൈഡ് എന്ന പേരിൽ, സ്വർണവും മാരക വിഷമായ സയനൈഡും എന്ന വിഷയത്തിലാണ് ഇവർ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ആ റിസർച്ച് ഇപ്പോൾ അവസാനിച്ചു. ഇപ്പോൾ കാനഡയിലുണ്ട്. അമേരിക്ക ഇപ്പോൾ ഈ ഭീകരവാദിയാണ്, ടെറർ സപ്പോർട്ടറാണ് എന്ന് കണ്ടതുകൊണ്ട് രഞ്ജനിയെ അമേരിക്ക അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് എനിക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമേന്ദ്രൻ സാറിനോട് ചോദിക്കാനുള്ളത്.
അതിനുള്ള സാധ്യത കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ 2 തരം നീതി നടപ്പാക്കാൻ പറ്റില്ല. ഇപ്പോൾ സുനിൽ പറഞ്ഞ ലേഖ കോർഡിയ, ഈ കൂട്ടത്തിൽ ഈ കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഈ അറസ്റ്റിലേക്കൊക്കെ വരുന്ന ഒരു സ്റ്റുഡൻറ്റ്, അത് പലസ്തീൻകാരിയാണ്, പെൺകുട്ടി തന്നെയാണ്. ലേഖ കാർഡിയ എന്ന് പറയുന്നത്. അവരും ഈ കൊളംബിയയിൽ പഠിച്ചിരുന്ന പാലസ്തീൻകാരിയാണ്. ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് ഇതുപോലത്തെ ഈ സെക്കുലറിസ്റ്റുകൾ. കൊളംബിയ സർവകലാശാലയ്ക്ക് $40 കോടി ധനസഹായം സർക്കാർ കൊടുക്കുന്നുണ്ടായിരുന്നു. ട്രംപ് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്തു. ഇങ്ങനത്തെ വേറെയും സർവകലാശാലകൾ ഉണ്ട് അവിടെ. കഴിഞ്ഞ കൊല്ലം തന്നെ ചില സെനറ്റർമാരൊക്കെ ഈ ഹമാസ് ആക്രമണത്തിന് ശേഷം, ഒക്ടോബർ 7-ന് ശേഷം ചില സർവകലാശാലകളെ പറ്റി പറഞ്ഞിരുന്നു. ബൈഡന്റെ കാലത്ത് ഇവർക്കൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകാമായിരുന്നു. ഈ ലേഖ കാർഡിയും ഇതുപോലെ തന്നെ F1 സ്റ്റുഡൻറ് വിസയിൽ വന്നതാണ്. പക്ഷെ അവർ ഓവർ സ്റ്റേ ചെയ്തു എന്നുള്ളതാണ് കുറ്റം. രഞ്ജിനിയുടെ കുറ്റം ഓവർ സ്റ്റേ ചെയ്തു എന്നുള്ളത് പോലും അല്ല, ഭീകര പ്രവർത്തനത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ വേറൊരു സംഭവം കൂടെ ശ്രദ്ധപ്പെട്ടു. അതായത് ഈ കൊളംബിയ സർവകലാശാല ഇവർ ടെൻ്റൊക്കെ കെട്ടി അവിടെ താമസിക്കുകയായിരുന്നു. അതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കാൻ ട്രംപ് സർക്കാർ യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ടു. അതിനെക്കുറിച്ച് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്, അത് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്താൽ മനുഷ്യാവകാശ ലംഘനം എന്നും പറഞ്ഞിട്ട് കോടതി പോകും. അത് ഒഴിവാക്കി, അത് റദ്ദാക്കാൻ പറഞ്ഞിട്ട് ഭീകരപ്രവർത്തന നിയമം പ്രയോഗിക്കാൻ പോകും. അതിനു വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഒഴിവാക്കിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു വലിയ ഡെവലപ്മെൻ്റ് ഉണ്ട്. കൊളംബിയ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിഡിൽ ഈസ്റ്റേൺ, സൗത്ത് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അക്കാദമിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഭരണം കൊളംബിയ സർവകലാശാലയിൽ നിന്ന് എടുത്ത് നീക്കുകയാണ് അമേരിക്ക. ഇത് വേറൊരു റിസീവറെ, നമ്മൾ ചില ബാങ്കൊക്കെ തകർന്നു കഴിയുമ്പോൾ റിസീവറെ വെക്കുക പറയില്ലേ, ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റിസീവറെ 20-ാം തീയതിക്കകം വെക്കാൻ പെട്ടെന്ന് ഉടനെ വെക്കണം എന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു ശിക്ഷയായിട്ടാണ് ചെയ്യുന്നത്. ഇത് മിസ്മാനേജ്മെൻ്റ് ആയിരുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റ്. മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് മര്യാദക്കല്ല അവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ സർവകലാശാലയ്ക്കെതിരെയും അവിടെ പല സർവകലാശാല, ഉദാഹരണത്തിന് യെയിൽ യൂണിവേഴ്സിറ്റി, യെയിൽ യൂണിവേഴ്സിറ്റിയും ഇതുപോലത്തെ ഒരു സർവകലാശാലയാണ്. അതിന് കൂടുതലും പൈസ കൊടുക്കുന്നത് സൗദി രാജകുമാരനാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ യെയിൽ യൂണിവേഴ്സിറ്റി അധികം ഇതിൽ പെടാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക സഹായം കൊണ്ടാണ് ഇങ്ങനത്തെ ഇതും ഒരു സ്വകാര്യ സർവകലാശാലയാണ് കൊളംബിയ. ഈ സർവകലാശാലകൾ നിന്നു പോകുന്നത്. അപ്പോൾ $40 കോടി കൊടുക്കുന്നത് അമേരിക്ക സർക്കാർ കൊടുക്കുന്നത്. അത് സർക്കാർ കൊടുക്കുന്നു. അതല്ലാതെ ഡോണേഴ്സ് ഉണ്ട് ആഗോളതലത്തിൽ. അത് ഇസ്ലാമിക, ഇപ്പം ഞാൻ യെയിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചിലത് സർവകലാശാലകൾ പൂട്ടിപ്പോകുന്നു വന്നപ്പോൾ തന്നെ ചില ഇസ്ലാമിക രാജ്യങ്ങളൊക്കെയാണ് താങ്ങി നിർത്തുന്നത്. അപ്പോൾ ആ രാജ്യങ്ങൾ പറയുന്ന തരത്തിൽ പ്രവേശനം സിലബസ് ഒക്കെ ഉണ്ടാക്കണം. അങ്ങനത്തെ പ്രശ്നം അവിടുത്തെ പല സർവകലാശാലകൾക്കും ഉണ്ട്. അങ്ങനത്തെ വാർത്തകളും നേരത്തെ വന്നിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ഇപ്പോൾ 20-ാം തീയതിക്കകം റിസീവർ ഭരണത്തിൽ വരികയാണ് കൊളംബിയ സർവകലാശാലയിലെ മിഡിൽ ഈസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ അക്കാദമിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. അപ്പോൾ അവിടെ നടക്കുന്ന ഇത്തരം ഛിദ്രവാസനകളെ അത്ര സുഖമായിട്ടല്ല ട്രംപ് കാണുന്നത്. ഈ കുട്ടി, അതായത് ഒരു ഫ്യൂജിറ്റീവിൻ്റെ സ്ഥാനമാണ് ഈ കുട്ടിക്ക് വരുന്നത്. പിടികിട്ടാപ്പുള്ളി, അതെ, സ്ഥലം വിട്ട ഒരു കുറ്റവാളി ഇല്ലേ, ഒരു ക്രൈം ചെയ്തു ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നു. കാനഡയോട് മിക്കവാറും ആളെ വിട്ടുതരാൻ ആവശ്യപ്പെടും. കാനഡ ആയതുകൊണ്ടാണ്. ഇന്ത്യ ആണെങ്കിൽ പോലും വിട്ടുകൊടുക്കേണ്ടി വരുമായിരുന്നു. കാനഡ ആണെങ്കിൽ വളരെ എളുപ്പമാണ്, വെറുതെ ചോദിക്കണ്ട, ട്രംപിന് വേണം എന്ന് തോന്നിയാൽ കൊടുക്കും. ഇപ്പൊ മറ്റേ ചങ്ങായി മാറുകയും ചെയ്തു. അതെ, അതൊക്കെ മാറി. ട്രൂഡോയും മാറി. പുതിയ ആൾ വന്നു, അയാൾക്ക് നല്ല രീതിയിൽ പോകണമെന്നും ഒക്കെ ഉണ്ട്. മാനാഭിമാനത്തോടു കൂടി പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ നിലപരിങ്ങലിലാണ്. കാനഡ ഒരു അഭയസ്ഥാനമേ അല്ല. കാനഡയിലേക്ക് പോയത് വല്ല സിഖുകാരും പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളുടെ തീവ്രവാദി സംഘടനകളിൽ, ഖലിസ്ഥാൻ സംഘടനകളിലൊക്കെ ചേർന്ന് കുട്ടിക്ക് മുമ്പോട്ട് പോകാം, ഞങ്ങൾക്ക് വേണ്ടിയും പ്രബന്ധമൊക്കെ എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഒന്നും നടക്കുന്ന കാര്യമല്ല. ഇത് ഇന്ത്യയിൽ പോലും വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കുറ്റവാളിയാണല്ലോ.
ഇപ്പം നമ്മൾ തഹവൂർ റാണയൊക്കെ വിട്ട് കിട്ടണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറ്റം ചെയ്തുകൊണ്ടാണ്. അതെ, രഞ്ജനി ശ്രീനിവാസനെ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പൗരയായതുകൊണ്ട് വിട്ടുകിട്ടണം എന്ന് പറയേണ്ട കാര്യമില്ല. കാര്യമില്ല. അമേരിക്ക ചാർജ് കൊടുത്താൽ പെട്ടത് തന്നെയാണ്, പെട്ടതാണ്. നമുക്കൊരു കാരണവശാലും ഇങ്ങോട്ട് വിട്ടുകിട്ടണം എന്ന് പറയാനുള്ള ഗ്രൗണ്ട് അതിൻ്റെ അകത്ത് ഇല്ല. രഞ്ജനി ഇന്ത്യൻ എക്സ്പ്രസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയന്നു പോയി, അപകടം വരാൻ പോകുന്നു എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാനഡയ്ക്ക് പോയത്. ഇത് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഈ ഇത്തരം സർവകലാശാലകൾ ബ്രീഡിംഗ് ഗ്രൗണ്ടുകളാകുന്നുണ്ട്. ഇനി ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും പല സ്റ്റുഡൻസും ഈ എക്സിലും ഒക്കെ അവർ ഫേസ്ബുക്കിലും ഒക്കെ നേരത്തെ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, ഹമാസ് കി ജയ്. ഈ പോസ്റ്റുകൾ മുഴുവൻ അവർ പിൻവലിക്കുന്നുണ്ടായിരുന്നു ട്രംപ് വന്നതിന് ശേഷം. ഈ കുട്ടിക്ക് എന്താണ് പറ്റിയത്? അന്ന് പ്രകടനത്തിൽ പങ്കെടുത്ത ധാരാളം ആളുകളുണ്ട്. പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ ഇപ്പൊ തെരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്തു. ഈ കുട്ടി 37 വയസ്സുള്ള കുട്ടി തളച്ചി നേരത്തെ. എന്തായാലും ആ കുട്ടി എങ്കിൽ കുട്ടി എന്നോട് നീരസം പറഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കുട്ടിയെന്ന് വിളിക്കാം. ഏതായാലും ഈ കുട്ടി പങ്കെടുക്കുകയല്ലേ, കുട്ടി നയിക്കുകയായിരുന്നു, കുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്, ആസാദി ആസാദി. അതെ, പ്രകടനത്തിൽ പങ്കെടുത്തു, പ്രകടനം നയിച്ചു. ആ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കുന്ന ശിക്ഷിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇവരെ റെക്കഗ്നൈസ് ചെയ്യും, ഐഡന്റിഫൈ ചെയ്തിട്ട് നടപടി എടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൽ ആ കുട്ടികൾ മിക്കവാറും നമ്മൾ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ കുട്ടി പറയുന്നത്. അത് ഈ കളമശ്ശേരിയിലെ കഞ്ചാവ് മറ്റേ മുറിയിൽ സൂക്ഷിച്ച SFIക്കാരനെ ഞാൻ കുട്ടി എന്നാണ് പറയുന്നത്. ഒരു വാത്സല്യമുണ്ട് കുട്ടി എന്ന് വിളിക്കുമ്പോൾ. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ എല്ലാവരും ഈ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ കാര്യത്തിലും വരും. പക്ഷെ പ്രകടനത്തിൽ പങ്കെടുത്തവരുടെ ചിത്രമുണ്ട്, അവരെയാണ് തിരഞ്ഞെടുത്തത്. അതേ വെച്ച് അവരെ ഐഡന്റിഫൈ ചെയ്യാം, ആരാണ് എന്താണെന്ന് കണ്ടുപിടിക്കാം, അവരുടെ ഡീറ്റെയിൽസ് അറിയാം, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അറിയാം, നേരെ പൊക്കിയാൽ മതി. എന്തായാലും രാഷ്ട്രീയം ഹമാസിൻ്റെ രാഷ്ട്രീയമാണല്ലോ. അത് വെച്ച് പൊറപ്പിക്കാൻ ട്രംപിനും പറ്റില്ല, ജർമ്മനിക്കും പറ്റില്ല, ഫ്രാൻസിനും പറ്റില്ല, ഒരു രാജ്യത്തിനും. ഏതായാലും പഠിക്കാൻ പോയിട്ട് പണ്ടൊക്കെ നമ്മളൊക്കെ കാലത്ത് പറയും, പഠിക്കാൻ പോയാൽ പഠിക്കണം, വല്ല മാവിൻ്റെ ചോട്ടിലും കശുമാവിൻ തോപ്പിലും പോയിട്ട് കാര്യമില്ല. പഠിക്കാൻ പോയി ഹമാസിന് ഇന്ത്യയിൽ കിടന്ന് തള്ളിയതുപോലെ അമേരിക്കയിൽ പോയി തുള്ളാമെന്ന് ഈ രഞ്ജനി ശ്രീനിവാസൻ കരുതിയത്. രഞ്ജനി സഖാവായിരിക്കും ചിലപ്പോൾ അല്ലേ? പിന്നെ അതിലൊന്നും ഒരു സംശയമില്ലല്ലോ. സഖാവും ഇസ്ലാമിസ്റ്റും. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഗവേഷണത്തിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഇതിൽ ചെന്ന് പെടും, ഇത്തരം സംഘടനകളിലൊക്കെ ചെന്ന് പെടും. എനിക്കെന്തായാലും ആ രഞ്ജനിയുടെ ഗവേഷണ വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോൾഡ് ആൻഡ് സയനൈഡ്, KGF കോളാർ ഗോൾഡ് ഫീൽഡിനെ കുറിച്ചുള്ള പഠനം. എനിക്കത് അത്ര നിഷ്കളങ്കമായിട്ട് തോന്നി. എനിക്ക് തോന്നിയില്ല, അതാണ് എനിക്കും അത്ര നിഷ്കളങ്കമായിട്ട് തോന്നിയില്ല. ഗോൾഡ് ആൻഡ് സയനൈഡ് കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.